ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ആട് തീ അങ്ങനെ ആട് 3 അവരാധം കാട്ടവരാധം. ഇങ്ങനെയാണ് അവരാധം കാട്ടവരാധം, അങ്ങനെയൊക്കെ പല രീതിയിൽ എന്താണ് വീഡിയോസ് കണ്ടു. അപ്പൊ ആട് 3 ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ കണ്ടതിന് ശേഷം പറയാ എന്ന് വിചാരിച്ചു. ആട് 3 അങ്ങനെ ഒരു മോശം സിനിമയാണോ? ആട് 3 അങ്ങനെ ഒരു മോശം സിനിമയല്ല, ഒരു ആവറേജ് പടം. അതായത് ആട് 3 അപരാധം കാട്ടപരാധം എന്ന് പറയാനുള്ള രീതിയിൽ അത്രയും ഡിഗ്രേഡ് ചെയ്യേണ്ട ഒരു പടമല്ല ആട് 3. സംഭവം കുഴപ്പമൊന്നുമില്ല, ഒരു ആവറേജ് പടം. ഒരു പ്രാവശ്യം അടിപൊളിയായിട്ട് കാണാനുള്ള വകയുണ്ട്. ഒരു കോമഡി ഫാന്റസി മൂവി എന്നൊക്കെ പറയുന്ന പോലെ ഒരു കോമഡി ഫാന്റസി മൂവി. വളരെ വീഡിയോ കണ്ടു. എന്താ വെച്ചാല് ആട് 3 കാട്ടപരാധം, അത് പരാധം, ഇവരതാധം, അതാകണം, തേങ്ങയാണ്, മാങ്ങയാണ്, ചപ്പാണ്, ചവറാണ്, അതുപോലെ ഇതുപോരാ എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവം നമ്മൾ കണ്ടതിന് ശേഷം വേണം എന്ത് ചെയ്യാന്, അതിനെപ്പറ്റി പറയാൻ അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കണ്ടതിന് ശേഷമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് തയ്യാറാക്കുന്നത്. ഇത്രയും ഡീഗ്രേഡ് ചെയ്യാനുള്ള ഒരു ഇതല്ല, ഡീഗ്രേഡ് ചെയ്യേണ്ട ഒരു പടമല്ല ആട് 3. അതുപോലെ തന്നെ നമ്മളെ കോക്കണ്ണനൊക്കെ പറഞ്ഞ പോലെ അത്രയും പൊക്കി 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 എന്താ പറയാ, മഹിമകൾ ഇങ്ങനെ കയറ്റി പറയാനുള്ള ഒരു സാധനമല്ല ആട് 3. അതായത് അങ്ങനെ ഹൈപ്പ് കയറ്റി പറയാനുള്ള ഒരു ഐറ്റംസും അല്ല ആട് 3. അങ്ങനെ ഡീഗ്രേഡ് ചെയ്ത് ലോ ലെവലിലേക്ക് എത്തിയ സിനിമയും അല്ല ആട് 3. അത്യാവശ്യം കുഴപ്പമില്ല, ചെയ്യിക്കാനും കാര്യങ്ങൾക്കും അത്യാവശ്യം ഉണ്ട്. ചില സ്ഥലത്ത് അല്ലെങ്കിൽ ചില സമയത്ത് ചില കോമഡികൾ വർക്കൗട്ട് ആയിട്ടില്ല. അങ്ങനത്തെ ചെറിയ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ചെറിയ പോരായ്മ എന്ന് പറയണ്ട, അല്ല വലിയ പോരായ്മ. ചിലപ്പോൾ ചെറിയ പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എങ്ങനെ അറിയാം. അപ്പോൾ അതൊരു പോരായ്മ തന്നെയാണ്. ചില സ്ഥലങ്ങളിൽ കോമഡികൾ വർക്കൗട്ട് ആയിട്ടില്ല. അതായത് ഒരു ഫണ്ണ് ഫീൽ ചെയ്തിട്ടില്ല എന്നൊക്കെ പറയില്ലേ, അപ്പൊ ആ ലെവലിലൊരു ഫണ്ണ് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ധർമ്മജന്റെ പെർഫോമൻസ്, അതൊരു എന്താ പറയാ, ധർമ്മജനെ എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ധർമ്മജൻ എങ്ങനെ യൂസ് ചെയ്യാം എന്ന് സംവിധായകൻക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതിന്റെ ഒരു പവർ അല്ലെങ്കിൽ അതിന്റെ ഗുണം ആ സിനിമയിൽ നീളം കാണാനുണ്ട്. മൊത്തത്തില് ആട് ഒരു അടിപൊളി പടം എന്ന് തന്നെ പറയാം. അതായത് ഒരു ആവറേജ് പടം, കണ്ടിരിക്കാം. ഫാമിലി ആയിട്ടൊക്കെ ധൈര്യമായിട്ട്. ആട് 1ഉം 2 ഒക്കെ കണ്ടതാണ്. അപ്പൊ അതിലത്തെ ചെറിയ ചെറിയ ഭാഗങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ചെറിയ ചെറിയ രൂപങ്ങൾ നമുക്ക് ചെറിയൊരു സാദൃശ്യം തോന്നും. പക്ഷെ എന്താണ്, സംഭവം ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. പലരും പറഞ്ഞ കോക്കണ്ണൻ കാശ് വാങ്ങിയിട്ടാണ് റിവ്യൂ ചെയ്ത്. കാരണം കോക്കണ്ണൻക്ക് റിവ്യൂ ചെയ്യുന്ന സമയത്ത് കോക്കണ്ണന് നല്ല സിനിമക്ക് മോശം റിവ്യൂ മോശം സിനിമക്ക് നല്ല റിവ്യൂ ചെയ്യും. അപ്പൊ കോക്കണ്ണ അത്ര മഹിമ അടിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇതൊക്കെ ഒരു ആവറേജ് പടം തന്നെയാണ്. സംഭവം കോമഡി. ആട് 1 ഇറങ്ങി, ആട് 2 ഇറങ്ങി. ആട് 1 വൻ പരാജയമായിരുന്നു. അതായത് വൻ പരാജയം, തിയേറ്ററിൽ വൻ പരാജയം ഏറ്റുവാങ്ങിയ സിനിമ ആട് 1. അതിനുശേഷം ആട് 2 കണ്ടു കഴിഞ്ഞാൽ തന്നെ ഞാൻ എന്താ പറയാ, അടിപൊളി ഹിറ്റായ പടമാണ്. അപ്പൊ അത് ആട് 3 100 കോടി അടിച്ചു, അല്ലെങ്കിൽ 100 കോടി അടിക്കാൻ പോകുന്നു, ആ ലെവലിലാണ്. സിനിമ എന്തായാലും 100 കോടിയായി 150 കോടി അടിച്ചോട്ടെ, അതൊന്നും കുഴപ്പമുള്ള കാര്യമില്ല. അതൊക്കെ നല്ല കാര്യമാണ്. 100 ആയാലും 150 ആയാലും 200 ആയാലും അതൊക്കെ സിനിമയുടെ എന്താണ് ഒരു സിനിമ സൂപ്പർ ഹിറ്റ് ആവുന്ന സമയത്ത് അതൊക്കെ ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ എന്താണ്, ഇങ്ങനെ താത്തിക്കെട്ടാനുള്ള, അതായത് ഡീഗ്രേഡ് ചെയ്ത് ആ ഓരോ ലെവലിലേക്ക് പോകേണ്ട സിനിമയല്ല. ഇങ്ങനെ ഹൈപ്പ് കയറ്റി അല്ലെങ്കിൽ ഇങ്ങനെ പൊക്കി അടിച്ച് അത്ര മുകളിലേക്ക് പോകാനുള്ള ഐറ്റംസ് ഒന്നുമില്ല. സംഭവമൊക്കെ ഏറെക്കുറെ അടിപൊളിയാണ്. അപ്പൊ കണ്ടിരിക്കാം, ഫാമിലി ആയിട്ടൊക്കെ പോയിട്ട് എൻജോയ് ചെയ്യാം. കാശ് മുതലാകും. ഒരിക്കൽ കാണുകയാണെന്നുവെച്ചെങ്കിൽ കാശ് മുതലാവും. അപ്പൊ അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇത് കാട്ടപരാധം, അതായത് തീ അപരാധം, അതായത് എന്താ പറയാ, അപരാധം മഹാകാട്ടപരാധം ആ ലെവലിലേക്ക് ഡീഗ്രേഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇത് അങ്ങനെ പറയാനുള്ള ഐറ്റംസ് ഒന്നും ഇല്ല. സിനിമ കുഴപ്പമൊന്നുമില്ല, കണ്ടിരിക്കാൻ അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോ കണ്ടിരിക്കാനും അതുപോലെ തന്നെ ഫാമിലികളൊക്കെ കയറി കാണാൻ പറ്റി. ഏറ്റവും നല്ല ഷാജിപാപ്പന്റെ പെർഫോമൻസ് ഒക്കെ നമ്മൾ ഓൾറെഡി കണ്ടതാണ്, 1ഉം 2 ഒക്കെ. അപ്പൊ ആ ലെവലില് ഷാജിപ്പാപ്പന്റെ പെർഫോമൻസും അതുപോലത്തെ കഥാപാത്രങ്ങളോ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് തന്നെ അറിയുന്ന കാര്യമാണ് ആരൊക്കെ ഉണ്ട്, ഏതൊക്കെ ഉണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ മുഴുവനായിട്ട് തന്നെ എന്ത് ചെയ്ത് ഒരു കോമഡി ലെവലിൽ ഇങ്ങനെ ഒരു ഫാന്റസി ചിത്രമായിട്ടാണ് ആട് 3 വന്നിട്ടുള്ളത്. അപ്പൊ കാണാത്തവരൊക്കെ പോയി കണ്ടോളി, എൻജോയ് ചെയ്തോളി. വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.